ഹലോ ആൻഡ് വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബ്രൂണോ ഗുമേറസുമായി ബന്ധപ്പെട്ട് കുറേ വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഞാനിങ്ങനെ വിചാരിച്ചിങ്ങനെ മാറി നിന്ന് വീക്ഷിക്കും എവിടം വരെ പോകുന്നുള്ള കാര്യം അറിയണമല്ലോ. ഇപ്പം എന്തായാലും ഡേ 1 വന്ന വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസീലിൽ നിന്നും ചില ജേർണലിസ്റ്റുകളൊക്കെ പറയുന്നു ബ്രൂണോ ഗുമേറസ് ടു യുണൈറ്റഡ് ഓൾമോസ്റ്റ് ഡൺ ഡീൽ പോലെയൊക്കെയാണ്. കാര്യങ്ങളൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് മാർച്ചിലാണ് 2 മാസം കൂടി ഇനി ട്രാൻസ്ഫർ വിൻഡോ തുറക്കാനായിട്ട്. അപ്പോഴേ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു ഡീലൊക്കെ കണ്ട് സെറ്റ് ആവുന്ന രീതിയിലാണ് പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ റിലയബിൾ ആയിട്ടുള്ള ആൾക്കാരെ എന്നൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം ഡേ 2 ആയപ്പോഴേക്കും ചില യൂറോപ്യൻ ജേർണലിസ്റ്റുകൾ അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്, ബെൻ ജേക്കബ്സ് അതുപോലെ തന്നെ റൊമാനോ ഒക്കെ വന്ന് പറയാൻ തുടങ്ങി യുണൈറ്റഡിന് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ അഡ്വാൻസ്ഡ് ഒന്നും അല്ലെങ്കിൽ യുണൈറ്റഡ് മോണിറ്റർ ചെയ്യുന്ന ഒരു പ്ലെയറാണ് ബ്രൂണോ ഗുമേറസ്. അതുപോലെ തന്നെ ഏജൻ്റൊക്കെ ആയിട്ട് ചർച്ചകൾ നടത്തി എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് മറ്റൊരു ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രൂണോ ഗുമേറസിൻ്റെ ഏജൻറ്റാണ് നമ്മുടെ കുഞ്ഞിയുടെ ഏജൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ യുണൈറ്റഡും ഏജൻറ്റും തമ്മിൽ ചർച്ചകൾ നടത്താം. അതിപ്പോൾ പർട്ടിക്കുലർലി ബ്രൂണോ ഗുമേറസിന് വേണ്ടി ആവണം എന്ന് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ അങ്ങനെ ഒരു വാർത്ത വന്നു. അപ്പോൾ ഈ ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം വന്ന വാർത്തകൾ കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഭയങ്കര ഹൈയിലേക്കായി. കാരണം ഗുമേറസ് ഡീൽ ഓൾമോസ്റ്റ് നടക്കും എന്നുള്ളൊരു പോലത്തെ ഒരു ഫീലിംഗ് വന്നു. പക്ഷേ ഡേ 3 യുണൈറ്റഡിൻ്റെ സ്വന്തം ജേർണലിസ്റ്റായ ആൻഡി മിറ്റം എന്ന് പറയുന്നു ഇതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്, യുണൈറ്റഡിന് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഇത് അവരുടെ ഏജൻറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. കാരണം ഇത് നമുക്ക് മനസ്സിലാകാം. കാരണം ഡേ 1 വന്നിരിക്കുന്ന വാർത്ത ബ്രസീലിൽ നിന്നാണ്. അപ്പോൾ ബ്രസീലിയൻ ഏജൻറ്റാണ് ഇത് പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ അവൻ്റെ ഏജൻറ്റ് ചെയ്യുന്ന പരിപാടിയാണ് പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഹയർ എമൗണ്ടിൽ പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ ഏജൻറ്റ് ചെയ്യുന്ന പരിപാടിയാണെന്നുള്ള കാര്യം ആൻഡി മിറ്റം പറയുന്നു. അതുപോലെ തന്നെ അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട് ആഡം വാർട്ടണ യുണൈറ്റഡിന് താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ. കാരണം നമുക്കറിയാം നേരത്തെ തൊട്ട് തന്നെ നമ്മളായിട്ട് ലിങ്കുള്ളൊരു പ്ലെയറാണ്. 22 വയസ്സുള്ളൂ, ഇംഗ്ലണ്ട് ഇൻ്റർനാഷണലാണ്, നമുക്കൊക്കെ അറിയാവുന്ന ഒരു പ്ലെയറാണ്. വാർട്ടനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഡേ 3 വന്നപ്പോൾ ആൻഡി മിറ്റൻ അങ്ങനെ ഒന്ന് പറയാൻ തുടങ്ങി. അതുപോലെ തന്നെ ഡേ 4 ആയപ്പോഴേക്കും ഡെയിലി മെയിലിൽ നിന്നൊക്കെ പറയാൻ തുടങ്ങി യുണൈറ്റഡിൻ്റെ ഫൈനൽ ഷോർട്ട് ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊണാലി, ആൻഡേഴ്സൺ അതുപോലെ തന്നെ ആഡം വാർട്ടൺ എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് പറയാൻ തുടങ്ങി. അതുപോലെ തന്നെ ബലേബ ഇതിലൊന്നും പെടാത്തൊരു ഡീലായിട്ട് വേറെ നമ്മൾ നോക്കുന്നുണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബലീബ ഓൾമോസ്റ്റ് ഒരു ഡൺ ഡീൽ എന്നുള്ള പോലെയൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം കഴിഞ്ഞ സമ്മറിൽ നമ്മൾ നോക്കുന്ന പ്ലെയർ ആയിരുന്നു. ഈ സമ്മറിലാണെങ്കിലും നമ്മൾ നോക്കാതിരിക്കുന്നൊന്നുമില്ല, ഇപ്പോഴും സ്റ്റിൽ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ ബലീബ ആയിരിക്കും മേ ബി ഒരു മിഡ്ഫീൽഡ് സൈനിങ്. പിന്നെ വരാൻ പോകുന്നതാണ് ആരാണെന്നുള്ള ചോദ്യം. അപ്പോൾ എന്താണ് ബ്രൂണോ ഗുമേറസുമായി ബന്ധപ്പെട്ട സത്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആർക്കും അറിയില്ല. യുവമാർക്ക് തന്നെ അറിയില്ല, ഈ ജേർണലിസ്റ്റുകൾക്കൊന്നും അറിയില്ല. അതുപോലെ തന്നെ ഇതിനെപ്പറ്റി പ്രത്യേകം ഡിസ്കസ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നും തോന്നില്ല. കാരണം ജൂൺ ആയി കഴിഞ്ഞാൽ വേൾഡ് കപ്പ് കളിക്കാൻ പോകും. ജൂലൈ ഒക്കെ ആയാലായിരിക്കും പിന്നെ ഇതിനൊരു തീരുമാനമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുവരെ ഇങ്ങനെ മാറ്റി മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ബ്രൂണോ ഗുമേറസിനെ പോലത്തെ ഒരു പ്ലെയറിനെ നമ്മൾ തീർച്ചയായും ടാർഗറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഓഫ് കോഴ്സ് നമുക്കറിയാം പുള്ളൊരു വേൾഡ് ക്ലാസ് പ്ലെയറാണ്. നമ്മുടെ സ്ക്വാഡിലേക്ക് നോക്കി കഴിയുമ്പോൾ വേൾഡ് ക്ലാസ് പ്ലെയേഴ്സിൻ്റെ ഒരു കുറവുണ്ട്, എസ്പെഷ്യലി മിഡ്ഫീൽഡ് ഏരിയയിലേക്ക് വന്ന് കഴിയുമ്പോൾ. ഈ കൊല്ലം 29 വയസ്സാവും, അതാണ് ഒരു കൺസേൺ ഉള്ളൂ. പിന്നെ ബാക്കി നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്ക് ഇപ്പോൾ ഒരു ഇഞ്ചുറി വന്നിട്ടുണ്ട്. പക്ഷേ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രൂണോ ന്യൂകാസിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ മിനിറ്റ്സ് കളിച്ചിട്ടുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയാണ്. ലീഡർഷിപ്പ് ഉണ്ട്, ഓൺ ദി ബോൾ ക്വാളിറ്റി ഉണ്ട്, ഡിഫെൻഡ് ചെയ്യും, അറ്റാക്ക് ചെയ്യും, ഗോൾസ് ആൻഡ് അസിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കസമീറോനെ റീപ്ലേസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും ക്ലോസ് ആയിട്ട് കിട്ടുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹമാണ്. കസമീറോയുടെ ഹെഡിങ് എബിലിറ്റി എന്തായാലും നമ്മൾ മിസ് ചെയ്യും. പക്ഷെ അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി ഒരുപാട് കസമീറിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഫുട്ബോളർ തന്നെയാണ് ബ്രൂണോ ഗുമേറസ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഗുമേറസിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം കണ്ട മറ്റൊരു കാര്യത്തെക്കുറിച്ച് പറയണം. അത് ബയേണിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ബയേണിൻ്റെ ഒരു പുതിയ സ്ട്രാറ്റജിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഇങ്ങനെ വായിച്ചിരുന്നു. അപ്പോൾ അവരിനി സൈൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ ആബ്സല്യൂട്ട് എലീറ്റ് പ്ലെയേഴ്സ് എന്ന് തോന്നുന്ന ആൾക്കാരെ മാത്രമേ അവർ സൈൻ ചെയ്യുള്ളൂ. ഈ സ്ക്വാഡ് ഫില്ലേഴ്സ് എന്നുള്ള രീതിയിലുള്ള പ്ലെയേഴ്സിന് അവർ സൈൻ ചെയ്യില്ല. അപ്പോൾ ഇറ്റോ എന്നൊക്കെ പറയുന്ന അവരൊരു പ്ലെയർ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്ലെയേഴ്സിനൊന്നും ഇനി അവർ നോക്കില്ല. അതിന് പകരം അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിനി എലീറ്റ് പ്ലെയേഴ്സിനെ സൈൻ ചെയ്യും. അതുപോലെ ബാക്കിയുള്ള പ്ലെയേഴ്സിന് അല്ലെങ്കിൽ സ്ക്വാഡിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ അക്കാഡമീനെ റിലേ ചെയ്യുന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി വളരെ നല്ലൊരു സ്ട്രാറ്റജിയാണ്. നമ്മൾക്കും ശരിക്കും അത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഞാനിന്നിരുന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് സൈൻ ചെയ്തിട്ടുള്ള പല പ്ലെയേഴ്സും അല്ലെങ്കിൽ അവരെക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്ലെയേഴ്സ് നമ്മുടെ അക്കാഡമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒനാനെ നമ്മൾ സൈൻ ചെയ്തു, ഒനാനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്ലെയർ ആയിരുന്നു ഡീൻ ആൻഡേഴ്സൺ. അതുപോലെ തന്നെ ഉഗാർട്ടിനെ സൈൻ ചെയ്തതാണ്. ഉഗാർട്ടിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പ്ലെയേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ഗാർണറും മക്ടോമിനിയും. ഇപ്പോൾ ഗാർണറിന് ഇപ്പോൾ അവിടെ എവർട്ടണിൽ പുള്ളി ഇപ്പോൾ സ്റ്റാറാണ്.
പുള്ളിക്കാരൻ ഈ പറയുന്ന പോലെ നമ്മൾ സെയിലാക്കി കളഞ്ഞതാണ്. അവൻ അത്രയധികം അവസരം കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അക്കാഡമിയിൽ നിന്ന് വരുന്ന ഒരു സ്റ്റാർ എന്നുള്ള രീതിയിൽ അവന് ചെറിയൊരു പേരുണ്ടായിരുന്നു യുണൈറ്റഡിൽ ഉണ്ടായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ അക്കാഡമിയിൽ ഉണ്ടായിരുന്ന സമയത്ത്. അതിനുശേഷം നമുക്ക് ഇവിടെ മിനിറ്റ്സ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് നിസ്സാര തുകയ്ക്ക് തട്ടി. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവനൊരു 50-60 മേ ബി ഈവൻ മോർ വാല്യൂ ഉള്ളൊരു പ്ലെയറായി മാറി എന്നുള്ളതാണ് ജെയിംസ്. കാരണം പുള്ളി ഡിഫൻസീവ് സ്റ്റാറ്റ്സിലൊക്കെ പ്രീമിയർ ലീഗിലെ ടോപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ആൻ്റണിനേക്കാളും ബെറ്റർ പ്ലെയറാണ് എലാങ്ക പ്രീമിയർ ലീഗ് കഴിഞ്ഞ സീസണിൽ. ഇപ്പോൾ ഈ സീസൺ നോക്കണ്ട, കഴിഞ്ഞ സീസണിൽ പുള്ളി നോട്ടിംഗ്ഹാമിൻ്റെ ഒപ്പം നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ കരയാസ്, പുള്ളിയാണ് തീർച്ചയായും മലാസിയനേക്കാൾ ഒത്തിരി ബെറ്റർ ആയിട്ടുള്ള പ്ലെയറാണ്. അതിപ്പോൾ മലാസിയനേക്കാളല്ല, നമ്മുടെ സ്ക്വാഡിലുള്ള അല്ലെങ്കിൽ പ്രീമിയർ ലീഗിലുള്ള പല ലെഫ്റ്റ് ബാക്കുകളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസ്പെക്റ്റ് നമ്മുടെ അക്കാഡമിയിലുണ്ടായിരുന്നു, നമ്മുടെ ക്ലബിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ആ ഒരു സ്ട്രാറ്റജിയിലേക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ആബ്സല്യൂട്ട് എലീറ്റ് ആയിട്ടുള്ള ടാലൻറ്റുകളെ മാത്രം നമ്മൾ നോക്കി സൈൻ ചെയ്യുക. പക്ഷേ ഇത് 100% വിജയിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും പറയാൻ പറ്റില്ല. കാരണം ബയൺ തന്നെ നടത്തിയിട്ടുള്ള സൈനിങ്ങാണ് സാദിയോ മാനെ ലിവർപൂളിൻ്റെ വൺ ഓഫ് ദി ബിഗ് സ്റ്റാർസ് ആയിരുന്നു. പക്ഷേ അദ്ദേഹം അവിടെ പോയിട്ട് അവിടെ ഫ്ലോപ്പായി. അതുപോലെ തന്നെ ഹസാഡിൻ്റെ കേസ് എടുക്കാം. പ്രീമിയർ ലീഗിലെ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു, പക്ഷേ ഹസാഡ് റയൽ മാഡ്രിഡിൽ പോയിട്ട് അവിടെ ഹിറ്റായില്ല. കാരണം പുള്ളി അവിടെ പോയി ക്ലിക്കാവുന്നുള്ള കാര്യം എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഷുവർ ഷോട്ട് ഹിറ്റാവുമെന്ന് വിചാരിക്കുന്ന പ്ലേയേഴ്സ് പോലും പോയി ഫ്ലോപ്പ് ആവുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന പോലെ ബ്രൂണോ ഗുമേറസിനെ പോലത്തെ ഒരു പ്ലെയറിനെയൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്യണമെന്നുള്ളതാണ്. കാരണം ബയൺ ഇപ്പോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലൂയിസ് ഡിയാസും ഹാരി കെയ്നൊക്കെ ആണെങ്കിലും അവരൊക്കെ പോയി അവിടെ ഹിറ്റായെന്നുള്ളതാണ്. ഇപ്പോൾ ലൂയിസ് ഡിയാസിൻ്റെ കേസ് എടുത്ത് കഴിഞ്ഞാൽ പുള്ളി 28 വയസ്സ് അല്ലെങ്കിൽ ഹാരി കെയ്ൻ നോക്കി 30 വയസ്സിന് മുകളിലൊക്കെ ഉള്ള സമയത്താണ് അവർ സൈൻ ചെയ്തത്. പക്ഷേ ഇവരൊക്കെ പ്രസൻറ്റ് ടൈമിൽ ബയണിന് വേണ്ടി ഹെവി ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇവർക്കൊക്കെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സോ എനിക്ക് തോന്നുന്നത് നമ്മൾ ആ ഒരു രീതിയിലേക്ക് പോകുന്നതാണോ കഴിഞ്ഞ ജനുവരിയിൽ നമ്മൾ സെമിന്യോനെ നമ്മൾ നോക്കി. കാരണം നമുക്കറിയാം സെമിന്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടോപ്പ് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ കാര്യമായിട്ട് ശ്രമിച്ചതാണ്. പക്ഷേ പുള്ളി സിറ്റിയിലേക്ക് പോയി. അപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് മേ ബി നമുക്ക് ജാവോ ഗോമസിനെ പോലെ ഒരു മിഡ്ഫീൽഡറിനൊക്കെ സൈൻ ചെയ്ത് കൂടെ എന്നുള്ള കാര്യം. പക്ഷേ അത് ഈ പറയുന്ന പോലെ ആബ്സല്യൂട്ട് എലൈറ്റ് ടാലൻ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് യാതൊരു ഉറപ്പില്ല. അല്ലെങ്കിൽ ആ ലെവലിലേക്ക് ആയി മാറുമോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല. ചിലപ്പോൾ വെറുതെ ഒരു സ്ക്വാഡ് പ്ലെയറായിട്ട് പുള്ളി ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ അതാണ് ഈ ഒരു കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ബയണിൻ്റെ ഒരു പുതിയ രീതി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് നമ്മളതിങ്ങനെ ചെയ്യുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായും പറയുക. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ പറയാനുള്ളത് ആഡം വാർട്ടനെ കുറിച്ചിട്ടാണ്. കാരണം ആൻറ്റി മിറ്റൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പുള്ളി പറയുന്നതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ആഡം വാർട്ടൺ ലാങ്കാഷെയർകാരനാണ്, മാഞ്ചസ്റ്റർ ഏരിയയിലുള്ള ആളാണ്. അപ്പോൾ വാർട്ടൺ നമുക്കറിയാം 22 വയസ്സുള്ളൂ. പിന്നെ ക്രിസ്റ്റൽ പാലസിലൊക്കെ നമ്മൾ നമുക്കെതിരെ കളിച്ച് നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ സീസണിൽ അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ കളിയിലെ ക്രിസ്റ്റൽ പാലസ് വേഴ്സസ് യുണൈറ്റഡ് കളിയിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റ് ഒന്നുമില്ല. അവനെ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ്ലി മിസ്സിങ് ആയിരുന്നു. ആ കളിയിലൊക്കെ ശരിക്കും കോബി തന്നെയാണ് സ്റ്റാറായിട്ട് നിന്നത്. പിന്നെ വാർട്ടൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു കളിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നത് ശരിയല്ല. പുള്ളി നന്നായിട്ട് കളിക്കുന്ന കളികളും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ FA കപ്പിൽ മാൻ സിറ്റിക്കെതിരെയൊക്കെ ലിവർപൂളിനെതിരെയൊക്കെ നമ്മൾ കളിക്കാൻ നന്നായിട്ട് കണ്ടിട്ടുണ്ട്. പുള്ളി നല്ലൊരു പാസറാണ്. പുള്ളി ടൈഡി ഫുട്ബോളറാണ്. പുള്ളി എന്താ പറയുക, നല്ലൊരു ഫുട്ബോളിങ് മൈൻഡും അതുപോലെ തന്നെ ഐക്യു ഒക്കെ ഉള്ളൊരു പ്ലെയറായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അത്ലറ്റിക് ആയിട്ടുള്ള പ്ലെയർ അല്ല. അതുപോലെ തന്നെ ഗ്രൗണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കൈൻഡ് ഓഫ് പ്ലെയർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്ലെയർ അല്ല ഈ ആഡം വാർട്ടൺ എന്ന് പറയുന്നത്. പക്ഷേ പുള്ളിയുടേതായിട്ടുള്ള ആ പാസിങ് എബിലിറ്റിയും കാര്യങ്ങൾ ഇപ്പോൾ ആഡം വാർട്ടനെ കൊണ്ട് നമ്മുടെ ടീമിൽ കളിപ്പിക്കുകയാണ്. കൂടുതൽ ലിസാൻഡ്രോ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ബോൾ പ്രോഗ്രഷൻ്റെ കാര്യത്തിലേക്ക് വന്ന് മെലീറ്റായി. കാരണം ലിച്ചയ്ക്കും ബോൾ പ്രോഗ്രസ് ചെയ്യാൻ അറിയാം, ഇവനും ബോൾ പ്രോഗ്രസ് ചെയ്യാനറിയാം. അപ്പോൾ അങ്ങനെ ബാക്കിൽ നമ്മൾ ബിൽഡപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാനായിട്ട് അവർക്ക് സാധിക്കും. പക്ഷേ നമ്മൾ ആഡം മാർട്ടിനെയും കോബി മൈനിനെയും കളിപ്പിക്കുകയാണ്, എസ്പെഷ്യലി ഒരു ബിഗ് ഗെയിമിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ, ഭയങ്കര ഫൈറ്റ് വരുന്ന ഗെയിമിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ആ മിഡ്ഫീൽഡ് എക്സ്പോസ് ആവാനുള്ള സാധ്യത വളരെ വളരെ ഹൈ ആണ്. അല്ലെങ്കിൽ നമ്മൾ അത്രയും പൊസിഷൻ വെച്ച് കളിക്കാൻ പറ്റുന്ന പ്ലെയേഴ്സ് ചുറ്റും വേണം. അതല്ലാതെ അത് വർക്കൗട്ടല്ല. പക്ഷെ ഒരു ബലീബ ആൻഡ് ആഡം മാർട്ടൺ ആൻഡ് കോബി മൈനോ, അതല്ലെങ്കിൽ ബലീബ, ആഡം മാർട്ടൺ, ബ്രൂണോ, അങ്ങനെ മിഡ്ഫീൽഡൊക്കെ വർക്കാവാൻ കുറച്ചുകൂടി സാധ്യതയുണ്ട്. കാരണം ഒരു ഹൈ എനർജി ഉള്ള ഒരാൾ വാർട്ടൻ്റെ കൂടെ വേണം. ഇപ്പോൾ ഈ ക്രിസ്റ്റൽ പാലസിലേക്ക് നോക്കിയാൽ നമുക്കറിയാം അവരങ്ങനെ ഹൈ പൊസിഷൻ വെച്ച് കളിക്കുന്ന ടീമാണ്. 30% പൊസിഷൻ വെച്ച് കളിക്കാനൊക്കെ പറ്റുന്നൊരു ടീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ ഹൈ പൊസിഷൻ കളിക്കാൻ ശ്രമിക്കും. പക്ഷേ എതിരാളികൾക്ക് എപ്പോഴെങ്കിലും കൗണ്ടർ അടിക്കാനുള്ള അവസരം കിട്ടും. അപ്പോഴൊക്കെ പോയി നമുക്ക് ഇടിച്ച് കുത്തിയിടാനോ അല്ലെങ്കിൽ ഗ്രൗണ്ട് കവർ ചെയ്യാനോ കേപ്പബിലിറ്റി ഉള്ള ഒരാളെയാണ് കൂടെ ആവശ്യം. ഇപ്പോൾ എലിയറ്റ് ആൻഡേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പുള്ളിക്ക് അങ്ങനെ ഗ്രൗണ്ട് കവർ ചെയ്യാനും അതുപോലെ തന്നെ
നന്നായിട്ട് കളിക്കുകയും ചെയ്യുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ ആൻഡേഴ്സൺ നമുക്ക് കിട്ടില്ല, അതാണ് വേറെ കാര്യം. പക്ഷെ ടൊണാലി അത്യാവശ്യം ഗ്രൗണ്ട് കവർ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ഇപ്പോൾ ഈ വാർട്ടൻ്റെ അത്രയും അടിപൊളി പാസറാണെന്നും പറയാൻ പറ്റില്ല. പുള്ളി അത്യാവശ്യം ഒരു ടൈഡി ഓൾറൗണ്ട് ഫുട്ബോളർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു പ്ലെയറാണ് ടൊണാലി. പക്ഷേ ഈ ടൊണാലിയുടെ കേസിലേക്ക് വന്നു കഴിയുമ്പോൾ ആൻറ്റി മിറ്റൻ പറയുന്നുണ്ട് പുള്ളിയുടെ ബെറ്റിംഗ് ചരിത്രം ഉണ്ടല്ലോ ടൊണാലിക്ക്, അത് ക്ലബിനൊരു ഇഷ്യൂ ആയിട്ട് കാണുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പുള്ളി ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഐഡിയലായിട്ടുള്ള മിഡ്ഫീൽഡ് ഡ്യൂ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. ആഡം മാർട്ടനായി പറയുന്ന പോലെ നിങ്ങൾ യുണൈറ്റഡിലേക്ക് എടുക്കുമോ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.